ഗാസയിൽ 48 മരണം. മവാസിയിലെ അഭയാർത്ഥി കേന്ദ്രം തകർത്ത് ഇസ്രായേൽ. സോ അഭയാർത്ഥി കേന്ദ്രങ്ങളെ പോലും വെറുതെ വിടുന്നില്ല ഇസ്രായേൽ എന്നുള്ള വാർത്തയാണ് കിട്ടുന്നത്. ഇതോടുകൂടി ഗാസയിലെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 44,580 മാറിയിരിക്കുകയാണ്. 1,05,740 പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. സോ നെതന്യാഹു നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. നെതന്യാഹു യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അഭയാർത്ഥി കേന്ദ്രങ്ങളായിക്കോട്ടെ, വിദ്യാലയങ്ങളായിക്കോട്ടെ, കൊച്ചുകുട്ടികൾ വലിയ ആളുകൾ എന്നുള്ള വലിപ്പച്ചെറുപ്പില്ലാതെയാണ് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടും ലോകത്തിന് നല്ലതല്ല. യുദ്ധത്തിലേക്കൊക്കെ തെന്നിമാറി പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും നല്ലതല്ല. അതുകൊണ്ട് ഇസ്രായേൽ ഈ പോകുന്നത് ഒരുമാതിരി കളി കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ. കാരണം ഇസ്രായേലും പലസ്തീനൊക്കെയുടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു തന്നെ അതിനെ കുറിച്ച്. അപ്പോൾ ഗാസയിലൊക്കെ ഭയങ്കരമായ പ്രശ്നം അരങ്ങേറിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ നിർത്തുന്നില്ല. അത് അവരുടെ ഒരു വംശം, കുലം, സ്ഥലം ഇതെല്ലാം ബേസ് ചെയ്തിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്നത്. ഇത് ഞങ്ങളുടെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെയാണ് എന്നുള്ള പോരാട്ടങ്ങൾ, നിലനിൽപ്പിന്റെ പോരാട്ടമാണ് പലസ്തീൻ ജനത നടത്തുന്നത്. പക്ഷെ അധിനിവേശത്തിന്റെ പോരാട്ടമാണ് ഇസ്രായേൽ നടത്തുന്നതെന്ന് പറയേണ്ടി വരും. ഇതിനിടയിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പം അല്ല, പലസ്തീൻ്റെ വികാരത്തിനൊപ്പമാണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ഇസ്രായേലിനൊപ്പമല്ല പലസ്തീനൊപ്പമാണ് ഇന്ത്യയുടെ നിലപാടെന്നുള്ളത്. കാരണം അത്രത്തോളം പേരെ കൊന്നെടുക്കുന്ന ഇസ്രായേലിനൊപ്പം നിൽക്കാനായിട്ട് സമാധാനം ആഗ്രഹിക്കുന്ന ഇന്ത്യ പോലുള്ളൊരു രാജ്യത്തിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാം. ഇസ്രായേലിലെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ. അതുപോലെ സിറിയയിലെ പോരാട്ടത്തിൽ ഹമയും വിമതർ പിടിച്ചെടുത്തു. ഇപ്പോൾ വിമതർ സിറിയയിലെ പല പല പ്രദേശങ്ങളും പിടിച്ചെടുക്കുന്നുണ്ട്. ഇസ്ലാമിസ്റ്റ് തീവ്ര ഗ്രൂപ്പുകൾ, തീവ്രവാദ ഗ്രൂപ്പ് വന്നിട്ട് സിറിയയിലെ പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുന്നുണ്ട്. റഷ്യ അവിടെ നിന്ന് സൈനികരെയൊക്കെ പിൻവലിച്ച് ഒരു തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. ആ പിൻവലിച്ച് തന്നെ കുറച്ചും കൂടി ശക്തമായിട്ട് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടുത്തെ ജനറലിനെയൊക്കെ മാറ്റിയിരുന്നു. അതുകൊണ്ട് റഷ്യയുടെ അധീനതയിലുള്ള സ്ഥലങ്ങൾ പോലും സിറിയയിൽ ചില തീവ്ര ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾ കൈയടക്കിയിട്ടുണ്ട്. അപ്പോൾ പുടിൻ അതിനെതിരെ നീങ്ങാൻ പോവുകയാണെന്നുള്ളൊരു വാർത്തയും പുറത്തു വരുന്നുണ്ട് ഇതോടൊപ്പം.